നമസ്കാരം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു ഈഴവനെ മാല കെട്ടുന്ന കഴകം ജോലിക്ക് നിയമിച്ചു. അത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നിയമിച്ചത്. അതിനെതിരെ തന്ത്രിമാർ ചേർന്ന് സമരത്തിനിറങ്ങുകയും അങ്ങനെ ഈഴവനെ മാറ്റി ഒരു വാര്യർ സമുദായത്തിൽപ്പെട്ട ആളെ ദേവസ്വം ബോർഡ് താൽക്കാലികമായി നിയമിച്ചു എന്നാണ്. സ്വാഭാവികമായും ആ സമുദായത്തിൽപ്പെട്ട, ഇല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ആളുകൾ, ഒരു തീയ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്കടക്കം വലിയ വേദന ഉണ്ടാക്കി, ഞാനടക്കം അപമാനിക്കപ്പെട്ടോ എന്ന് തോന്നി. സോഷ്യൽ മീഡിയയിലൂടെ എന്റെ പ്രതികരണവും അല്പം രൂക്ഷമായി വന്നു. പക്ഷെ ഒരു കാര്യം കൃത്യമായി പഠിക്കുക എന്നത് എന്റെ ജനിതക പാരമ്പര്യമായതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ എവിടെയൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് മനസ്സിലായി. കൃത്യമായിട്ട് നമുക്കറിയാം, ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പൂർവ്വകാലം മുതൽ, സ്വാതന്ത്ര്യ പൂർവ്വകാലം മുതൽ ഈ ക്ഷേത്രവും ക്ഷേത്രഭരണവും രാജാധികാരവുമായിട്ട് ബന്ധപ്പെട്ടും പിന്നീട് ബ്രിട്ടീഷുകാരെല്ലാം ഇതിനെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരുന്നു. നമുക്കറിയാം, ആദ്യമായിട്ട് ഒരു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് വന്നത് 1863 വെള്ളക്കാരുടെ കാലഘട്ടത്തിൽ. എങ്ങനെയാണ് ഒരു ഹിന്ദു ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുവാൻ വെള്ളക്കാരൻ തീരുമാനിച്ചത് എന്നതിനൊരു സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അത് ക്ഷേത്ര സ്വത്തുക്കളെല്ലാം, നാട്ടുരാജാക്കന്മാരുടെ സ്വത്തുക്കളെല്ലാം ക്ഷേത്രത്തിൽ ചേർന്നിരുന്നു. ക്ഷേത്രത്തിലേക്ക് എന്താ പറയാ, നമ്മളത് നടയിരുത്തിയിരുന്നു എന്ന് നമുക്കറിയാം. തിരുവിതാംകൂർ ക്ഷേത്രത്തിലെ പോലെ, അതുപോലെ തന്നെ ശിവജിയുടെ കാലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ക്ഷേത്രങ്ങളാണ് സ്വത്തുക്കളുടെ ഒരു ഭണ്ഡാരമായിട്ട്, ആ വാക്ക് ഉപയോഗിക്കാം, ഭണ്ഡാരമായിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതെപ്രകാരവും അതിന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തെയും ഭരണാധികാരികളുടെ ആഗ്രഹമായിരുന്നു. അപ്രകാരം തന്നെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റും അങ്ങനെ ഒരു നിയമം ഇതിനു വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ അത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കും എന്നതിനാൽ സ്വാഭാവികമായിട്ടും അവർ ചില ആളുകൾക്ക്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ചില പ്രത്യേക സമുദായങ്ങൾക്ക് ചില അവകാശങ്ങൾ നൽകി. ഈ ആക്ടിൽ, ഈ ദേവസ്വം ആക്ടിൽ ഒരു ചില പ്രത്യേക അവകാശങ്ങൾ കൽപ്പിച്ചു നൽകി. അതിൽ ചിലതാണ് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലുകൾ, മാലകെട്ടൽ പോലെയുള്ള, അങ്ങനെയുള്ള കഴകം, അടിച്ചുവാല്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. മാലകെട്ടലൊക്കെ കുറച്ച് സ്കിൽഡ് വർക്കാണല്ലോ. അതുപോലെയുള്ള കാര്യങ്ങൾ ചില പ്രത്യേക സമുദായങ്ങൾക്ക് കൽപ്പിച്ചു നൽകി. പിന്നീട് 1925 മദ്രാസ് ഹിന്ദു റിലിജിയൻസ് എൻഡോവ്മെന്റ് ആക്ട് വരുന്നത്. അതും ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു. അതിനുശേഷം ഒരുപാട് കൂടൽമാണിക്യം ദേവസ്വം അമെന്റ്മെന്റ് വന്നത്. അത് കൂടൽമാണിക്യം 1919 കൂടൽമാണിക്യം, ഇന്ന് വിവാദമായിട്ടുള്ള കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ ദേവസ്വം ആക്ട് നിലവിൽ വന്നു. ആ ദേവസ്വം ആക്ടിലും കൃത്യമായിട്ട് നിയമനങ്ങൾ എങ്ങനെയാണ്, ഊരായ്മ, കഴകം, അങ്ങനെയുള്ള ഇതിലൊക്കെ ഈ കൃത്യമായിട്ടുള്ള ആർക്കാണ് അതിന്റെ അവകാശം എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും 2008 നമ്മുടെ അന്നത്തെ ദേവസ്വം മന്ത്രി ജി സുധാകരൻ ഇതിനൊരു, ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിന് ഒരു അമെന്റ്മെന്റ്, ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവന്നു. ആ ഭേദഗതി ബില്ലിൽ ഈ നിയമങ്ങളെ, ഇത്തരം നിയമനങ്ങള് ഈ ഒരു PSCക്ക് വിടുന്ന തരത്തിലാണ്. അതിന്റെ വീഡിയോ നിങ്ങൾ, അതിന്റെ ആ ബില്ലിന്റെ പകർപ്പ് നിങ്ങൾ കാണുക. അങ്ങനെ കൊണ്ടുവന്നു ദേവസ്വം ബോർഡ്. പക്ഷെ ഇതിലൊരു അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം ചില കാര്യങ്ങൾ, ഇപ്പോ ഞാൻ ഒരു തീയ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ എനിക്ക് മാല കെട്ടാൻ അറിയില്ല. ദേവസ്വം ബോർഡ് വഴി ചിലപ്പോൾ മറ്റുള്ളവരെക്കാളൊക്കെ മിടുക്കനായിട്ട് എനിക്ക് ചിലപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതി ദേവസ്വം ബോർഡിന് മുൻപന്തിയിൽ വരാൻ കഴിയും. പക്ഷെ പാരമ്പര്യമായി ചെയ്തിരുന്ന കുലത്തൊഴിലായി പഠിച്ച് തലമുറകളായി ചെയ്തു വരുന്ന ആ തൊഴിൽ ചെയ്യുന്നവരുടെ കൈവഴക്കവും ആ ഒരു ഇതും എനിക്കുണ്ടാവില്ല. ഞാൻ മറന്നുകൊണ്ടല്ല, ഇവിടെ ഒരു തന്ത്രി എന്ന് പറയുന്ന ഒരു നാണകെട്ട മനുഷ്യന്റെ കഥ നമ്മൾ കേട്ടു. ജസ്റ്റിസ് പരിപൂർണന്റെ മുമ്പിൽ പുരുഷ സൂക്തം എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രശസ്ത തന്ത്രി കുടുംബത്തിലുള്ള ഒരു മനുഷ്യൻ ഈ ഹിന്ദു സമൂഹത്തെ എല്ലാത്തിനെയും അപമാനത്തിന്റെ നിലയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് എനിക്കറിയില്ല എന്നുള്ള കോടതിയിൽ ജസ്റ്റിസ് പരിപൂർണന്റെ മുമ്പിൽ, ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ തന്ത്രി, അങ്ങനെ ഒരു തന്ത്രി പറയുകയുണ്ടായി, എനിക്കറിയില്ല പുരുഷ സൂക്തം എന്താണെന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഗണപതി, നിങ്ങൾക്ക് ഗായത്രി മന്ത്രം അറിയുമോ ചോദിച്ചപ്പോൾ അതുപോലും അറിയില്ല എന്ന് പറഞ്ഞൊരു തന്ത്രി ഉണ്ടായിരുന്ന ഒരു നാടാണ്. അപ്പൊ തന്ത്രിമാരുടെ അവകാശത്തെയൊന്നും, ഇല്ലെങ്കിൽ തന്ത്രിമാർ വലിയ പരിപൂർണരാണ്, അവർക്കെല്ലാം ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം കൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാദക്കാരനല്ല ഞാൻ. എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ചില നീതികൾ നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യത്തിൽ ഈ ക്ഷേത്രത്തിനകത്തെ ചില ജോലികൾ, അത് നൂറ്റാണ്ടുകളായിട്ട്, ഇപ്പൊ വാര്യർ സമുദായം നമുക്കറിയാം, വിരലിലെ ഈ സന്ദീപ് വാര്യരെ പോലെ ചുരുക്കം ചില മരഞ്ചാടികളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ സുഹൃത്താണ്, എങ്കിലും അത്തരം ആളുകളെല്ലാം ഉദ്ദേശിക്കുന്നത്. ഈ വാര്യർ സമുദായം ചെറിയൊരു സമുദായമാണ്.
അവരെല്ലാം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളും കൂടിയാണ് കൂടുതൽ ആളുകൾ. അത്തരം ആളുകൾക്ക് പതിറ്റാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ ചെയ്യുന്ന ആ ഒരു തൊഴില് നമ്മൾ അതിലൊരു സംവരണമെങ്കിലും കൊടുക്കേണ്ടതാണ്. കാരണം അവർക്ക് മറ്റെല്ലാത്തിനും അവർ മാറ്റി നിർത്തപ്പെടുന്നതാണ് PSCയുടെ മറ്റു പൊതു തൊഴിലിൽ നിന്ന്. അങ്ങനെ അതൊരു നീതിയുടെ വശം കൂടിയാണ്. ഈ എൻഡോവ്മെന്റ് ആക്ട്, ഈ ആക്ടുകളിൽ പോലും ക്ഷേത്രത്തിനകത്തെ നിയമനങ്ങൾ തന്ത്രിയിൽ അധിഷ്ഠിതമാണെന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല അത് സബ്ജുഡൈസ് ആണ്, കോടതിയുടെ മുമ്പിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. കോടതിയുടെ മുമ്പിൽ ഈ കേസ് നിലനിൽക്കെ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിന്റെ നിയമം, അതും ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് നിയമം കൊടുത്തത് എന്നുള്ളതിൽ കുറച്ച് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ പരിവർത്തനങ്ങൾക്കും ഇല്ലെങ്കിൽ പരിണാമങ്ങൾക്കും ഇല്ലെങ്കിൽ മാറ്റങ്ങൾക്കും നവോത്ഥാനങ്ങൾക്കും നവീകരണങ്ങൾക്കും ഒന്നും എതിരല്ല നമ്മൾ അതിനെ അനുകൂലിക്കുന്നു. കാരണം ഏറ്റവും പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും ഇടയായ ഇല്ലെങ്കിൽ വിധേയമായ ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. അതുകൊണ്ട് തന്നെയാണ് അത് കാലാധിവർത്തിയായി നിലനിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു രാഷ്ട്രീയം അതിൽ കാണുന്നു. നിങ്ങൾ ഓർക്കുക, നമ്മുടെ കണിച്ചുകുളങ്ങര അടക്കം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തിന് നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അവിടെ കൊത്തളങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ കൊത്തളങ്ങളിലേക്ക് BJP കടന്നു കയറിയത് നമ്മൾ ഓർക്കുക. അവിടെ ഈഴവ സമുദായം വലിയ രീതി, ഈഴവ സമുദായം എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകൾ എന്നൊരു പൊതുബോധത്തിന് അതിനെ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വലിയൊരു ഭാഗം വോട്ട് ബാങ്കുകൾ BJPയിലേക്ക് നീക്കിയത്. അത് എപ്രകാരവും തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ഒരു ദുഷ്ടലാക്ക് കൂടി ഇതിലകത്തുണ്ട്. കോടതിയുടെ മുമ്പിൽ കോടതി വിധി പറയേണ്ടതായിട്ടുള്ള ഒരു കേസ്, അതിനെ മറികടന്നുകൊണ്ട് പെട്ടെന്നൊരു നിയമനം നടത്തുക. ഈഴവനെ തന്ത്രി, ബ്രാഹ്മണൻ അല്ലെങ്കിൽ വാര്യര് അപമാനിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കടക്കം സത്യത്തിൽ ഞാനും വളരെ ക്രൂരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിനിട്ടത്. അതിൽ ഞാൻ അതിനെ ഖേദം പറയുകയാണ്. ഇത്തരം ഒരു ദുഷ്ടലാക്ക് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ഈഴവർ കേരളത്തിലെ വലിയൊരു സമൂഹമാണ് ഈഴവ സമുദായം. ഏകദേശം 19-20% വലിയൊരു സമൂഹം, വലിയൊരു വോട്ട് ബാങ്കായി മാറിയ സമൂഹം. ആ സമൂഹത്തിന്റെ സ്വാധീനം, തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ദുഷ്ടലാക്ക് കൂടിയുണ്ട്. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയാൽ ഇത് സൗമ്യമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. ഇതിലെ തന്ത്രിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ഇത് നിങ്ങൾക്കാർക്കും, ഈ ഹിന്ദു സമൂഹം എന്ന് നിങ്ങൾക്കാർക്കും എഴുതി തന്നിട്ടുള്ളതല്ല. നിങ്ങൾ അത്ര പരിപൂർണരുമല്ല. പറവൂർ ശ്രീധരൻ തന്ത്രിക്ക് മുകളിൽ വരുന്ന തന്ത്രിമാർ വളരെ കുറവാണ് ഈ പൂണൂലിട്ടവന്മാരിൽ എന്നും കൂടി ഞാൻ പറയട്ടെ. അതുപോലെ തന്നെ പുരുഷ സൂക്തം എന്താണെന്ന് അറിയാത്ത വലിയ കുടുംബത്തിലെ തന്ത്രിമാരുണ്ട്. നിങ്ങൾക്ക് ഹിന്ദു സമൂഹത്തിന് പ്രതിനിധീകരിക്കുന്ന, അതിനെ ഡിക്റ്റേറ്റ് ചെയ്യാനോ ഉള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അതിനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത് സൗമ്യമായി പരിഹരിക്കാൻ എല്ലാ വിഭാഗവും ശ്രമിക്കണം. ആരും ചെറുതല്ല, ആരും വലുതുമല്ല. പക്ഷെ ഇതിന് പിറകിലുള്ള ദുഷ്ട രാഷ്ട്രീയ ബുദ്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. കേരളീയ പൊതുസമൂഹം ഇതിനെ ഇതിനെ നെല്ലും പതിരും വേർതിരിച്ചെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്കും ഒരു സമവായത്തിലേക്കും ഇത് എത്തിച്ചുകൊണ്ട് അന്തരീക്ഷം കലുഷിതമാക്കാതെ നോക്കണം എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ വീഡിയോ നിങ്ങൾ അറിയേണ്ടതാണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ രാഷ്ട്രീയക്കാർ ജാതിയെ, മതത്തെ ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കൗശലപൂർവ്വം ഉപയോഗിക്കുന്നത് എന്നുള്ളതിനുള്ള വലിയൊരു തെളിവാണിത്. ഇത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.